ചെർപ്പളശ്ശേരിയിൽ ബേക്കറി കടയിലുണ്ടായ സംഘർഷത്തിൽ പ്രതികരണവുമായി ആരോപണ വിധേയരായ യുവാക്കൾ. ബേക്കറി ഉടമയുടെ ഭാഗത്തു നിന്നാണ് ആദ്യം യാതൊരു കാരണവുമില്ലാതെ മർദ്ദനം ഉണ്ടായതെന്നും ഇതിനെ തുടർന്നാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയതെന്നും യുവാക്കൾ വ്യക്തമാക്കി. ഇത് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളും ഇവർ പുറത്തുവിട്ടു. കഴിഞ്ഞ 18-നുണ്ടായ സംഭവമാണ് ചെർപ്പളശ്ശേരിയിൽ വലിയ ചർച്ചയാവുന്നത്. കടയിൽ മുസംബി വാങ്ങാനെത്തിയ യുവാക്കൾ മുസംബി മുറിച്ചു നൽകാത്തതിനെ തുടർന്ന് കടയിൽ അക്രമം അഴിച്ചുവിട്ടു എന്നായിരുന്നു കട ഉടമയുടെ ആരോപണം. സംഭവത്തിൽ പോലീസിനെതിരെയും വ്യാപാരി സംഘടനാ നേതാക്കൾക്കെതിരെയും കടയുടമ വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിൽ പ്രതികരണവുമായാണ് ആരോപണ വിധേയരായ യുവാക്കൾ രംഗത്ത് വന്നത്. ഇവർ പറയുന്നത് ഇങ്ങനെ: മുസംബി മുറിച്ചു നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ കടയിലെ ജീവനക്കാരൻ തങ്ങളോട് തട്ടിക്കയറുകയാണ് ഉണ്ടായത്. തുടർന്ന് കടയുടമയുമായും വാക്കുതർക്കമുണ്ടായി. എന്നാൽ മുസംബി വേണ്ടെന്ന് പറഞ്ഞ് മടങ്ങുകയായിരുന്നു തങ്ങളെ കടയുടമ യാതൊരു പ്രകോപനവുമില്ലാതെ മുഖത്തടിച്ചും ഇടിച്ചും പരിക്കേൽപ്പിച്ചു എന്നാണ് യുവാക്കൾ വ്യക്തമാക്കുന്നത്. മർദ്ദനത്തിൽ മുഖത്ത് പരിക്കേറ്റ യുവാവിൻ്റെ വായിൽ നിന്നും രക്തമൊലിക്കുന്ന സാഹചര്യവും ഉണ്ടായി. അകാരണമായി മർദ്ദനമേറ്റതിലെ പ്രകോപനമാണ് തുടർന്നുണ്ടായ സംഘർഷത്തിലേക്ക് നയിച്ചതെന്നും ആരോപണ വിധേയരായ ജാബിർ, റംഷാദ്, ഷാൻ, സാബു എന്നിവർ പറഞ്ഞു. ഇത് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളും യുവാക്കൾ പുറത്തുവിട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് ആരോപണമുന്നയിച്ച ബേക്കറി ഉടമ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയാണെന്നും യഥാർത്ഥ സംഭവത്തെ വളച്ചൊടിച്ച് തങ്ങളെ ഗുണ്ടകളായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്നും യുവാക്കൾ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് വാസ്തവമല്ലാത്ത കാര്യങ്ങൾ പ്രചരിച്ചത് തങ്ങളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടെന്നും യുവാക്കൾ പറഞ്ഞു. കഴിഞ്ഞ 18-ാം തീയതി ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണിത്. പിന്നെ 18-ാം തീയതി ഓരോ സ്ഥാപനത്തിലേക്ക് ഫ്രൂട്ട്സ് മേടിക്കാൻ, അതായത് മുസംബി മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെന്നു. മുസംബി മേടിക്കാൻ വേണ്ടി നമ്മൾ ചെന്നിട്ട് നമ്മൾ മുസംബി എടുത്തിട്ട് അവരോട് ചോദിച്ചു, ഇതൊന്ന് കട്ട് ചെയ്ത് തരണമെന്ന് ചോദിച്ചു. അപ്പോൾ ഓൾറെഡി മുസംബി തൂക്കി തന്ന ആൾ പറഞ്ഞു, ഓക്കെ കിച്ചണിൽ കൊണ്ടു കൊടുത്താൽ മതി, അവിടെ കട്ട് ചെയ്ത് തരും പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ഇത് എടുത്തിട്ട് കിച്ചണിൽ പോയി. കിച്ചണിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു പയ്യായിരുന്നു ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഓക്കെ അത് അവിടെ വെച്ചിട്ട് നമ്മൾ കവർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കവർ എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ കവർ എടുക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ച് വന്ന സമയത്ത് ഇവൻ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തു, കാരണം നമുക്ക് മനസ്സിലാവും ഓക്കെ ജ്യൂസ് ഉണ്ടാക്കാൻ. അപ്പോൾ പുറകിലൊരു പയ്യൻ, സെഫോൻ അങ്ങനെ എന്താ പറഞ്ഞൊരു പയ്യൻ പുറകിൽ നിന്ന് വന്ന് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ബ്രോ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്ത് തരുമോ ചോദിച്ചു. അപ്പോൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചേക്ക് അവൻ പറഞ്ഞു, ഇവിടെ തിരക്കാണ്. അതായത് ഭയങ്കര ഹാർഷായിട്ട്, ഇവിടെ തിരക്കാണ്, ഇത് ബാക്കിയുള്ളവർ കൊടുക്കണം പറഞ്ഞു. നമുക്ക് മനസ്സിലാവും, നമ്മൾ സൈലൻ്റ് ആയി നിന്നു. അത് കഴിഞ്ഞിട്ട് ആദ്യം ജ്യൂസ് ഉണ്ടാക്കിയ പയ്യൻ ഫ്രീ ആയിട്ട് അപ്പുറത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ബ്രോ ഇപ്പോൾ ഫ്രീ ആണെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്ത് തരുന്നതിന് പോവുക, എന്തായാലും തിരക്കല്ല, നിങ്ങൾക്കും തിരക്കില്ല. ആ സമയത്ത് ഈ സെഫോൻ എന്ന് പറഞ്ഞ പയ്യൻ എടുത്തു പറഞ്ഞു, ഇവിടെ തിരക്കാണ്, ഈ അണക്ക് കട്ടി തരാൻ പറ്റില്ല, ഈ വേണമെങ്കിൽ വേറെ എവിടെയും കൊണ്ട് കൊടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ നോർമലി ഓൻ്റെ ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ ഫുള്ള് കേൾക്കും, അമ്മാരി ലൗഡിലാണ് സംസാരിക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചോദിച്ചു, എന്താ കുട്ടിയെ പ്രശ്നം ചോദിച്ചു, എന്താണ് പ്രശ്നം ചോദിച്ചു. അപ്പോൾ എന്താ പ്രശ്നം ചോദിച്ചാൽ എന്താ എൻ്റെ പ്രശ്നം വെച്ചിട്ട് ഇങ്ങോട്ട് വന്നു. ആ സമയത്താണ് ഷുക്കൂർ എന്ന് പറഞ്ഞ കട ഉടമ വരുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചു എന്താ കാര്യം ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ഓറഞ്ച് മുസംബി അവിടുന്ന് മേടിച്ചിരുന്നു, മുസംബി കട്ട് ചെയ്ത് തരാൻ പറഞ്ഞേക്കും, നിങ്ങളെ സ്റ്റാഫ് ഇങ്ങനെയാണ് നമ്മളോട് ബിഹേവ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു തിരക്കായി കഴിഞ്ഞാൽ എങ്ങനെ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഇങ്ങനെ ഒരാളെ അടിക്കാൻ വരുന്ന വിധത്തിലൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് എങ്ങനെ അത് അങ്ങനെ തന്നെയാണ്, അങ്ങനെ അവൻ പറഞ്ഞില്ല എന്താ തെറ്റ് അങ്ങനെയാണ്. അപ്പോൾ നമുക്കിത് മനസ്സിലാവുന്നില്ല, കാരണം ഓട്ടോമാറ്റിക് നമ്മളൊരു കടയ്ക്ക് ഒരു കസ്റ്റമറായിട്ട് പോവാണ്, അവരെ പ്രോഡക്റ്റ് നമ്മൾ മേടിച്ചു, ഇത് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഇത് അവിടെ കൊണ്ടുപോകുന്ന ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെ സുഹൃത്ത് കയറി വരികയാണ്. സുഹൃത്ത് കയറി വന്നേക്ക് എന്താ പ്രശ്നം വെച്ചാൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടായത് പറഞ്ഞു. അപ്പോൾ ഓക്കെ കുഴപ്പമില്ല, ഇനി പ്രശ്നവും കാര്യങ്ങളൊന്നും വേണ്ട, മുസംബി അവിടെ കൊടുത്തോളാം പോവാന്ന് പറഞ്ഞു. മുസംബി അവിടെ വെക്കലും കരണം നോക്കി അടി, അൺഎക്സ്പെക്റ്റഡ് ആയി കരണം നോക്കി അടിച്ച് താന്ന പാടന്നെ ഈ ഷുക്കൂർ എന്ന് പറഞ്ഞ ആൾ ബോക്സിംഗ് ലെവലിൽ നിന്നിട്ട് നമ്മളെ പഞ്ച് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് പഞ്ചിങ് തന്നെ നമ്മളെ ബ്രദറിൻ്റെ ചുണ്ടും പല്ലും, ചുണ്ടിൻ്റെ പൊട്ടുണ്ട്, ചുണ്ട് പൊട്ടി ചോര വരികയാണ്. അപ്പോൾ ആ ചോര വന്നുമ്പോൾ അത് നിൽക്കുകയാണ്, വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, കാരണം അൺഎക്സ്പെക്റ്റഡ് ആകുകയാണ്. ഈ ഷുക്കൂർ എന്ന് പറഞ്ഞ വ്യക്തി ഇരുന്ന് ഇടിക്കുകയാണ്, ഇങ്ങനെ ബോക്സിംഗ് ടൈപ്പ് ഇരുന്ന് ഇടിക്കുക. അപ്പോൾ നമ്മൾ പ്രതിരോധിക്കാമെന്നല്ലാതെ നമുക്ക് വേറെ വഴിയില്ല, നമ്മളത് അതിനെ ചെയ്തു. എന്നിട്ട് നമ്മൾ തിരിച്ചു പോന്നു. ഇപ്പോൾ തിരിച്ച് പോകുന്നേക്കാണ് നമ്മളെ സുഹൃത്തുക്കൾ പുറത്തേക്ക് പോയി ഓൾറെഡി ചോര കൊണ്ട് വരികയാണ്. അപ്പോൾ ചോര കൊണ്ട് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് എന്തായി, എന്താണെന്ന് ചോദിച്ചാൽ ചെല്ലലും പിന്നെ അവർ ഇതുപോലെ മർദ്ദിക്കലും പിന്നെ അങ്ങോട്ട് തമ്മിലുള്ളൊരു അടിപിടിയിലേക്ക് ഇത് കലാശിച്ചു എന്നുള്ളതാണ് സത്യത്തിൻ്റെ. പക്ഷേ ഇത് ഒരിക്കലും ഇതിൻ്റെ ഒരു ഫസ്റ്റ് പോർഷൻ ആരും കണ്ടിട്ടില്ല. ഇതിൽ നമ്മൾ കയറി ചെല്ലുന്നതും അടിക്കുന്നതും അടിപിടി ആകുന്നതും മാത്രമല്ല എല്ലാവരും എത്തിയിട്ടുള്ളത്. ഇതിനിങ്ങനെ ഒരു ഫസ്റ്റ് പോർഷൻ ഉണ്ട്, നമ്മളാദ്യം കൈവച്ചതും ഇതൊക്കെ ഇതിൻ്റെ ഫസ്റ്റ് പോർഷനിലാണ്. അത് ഞാൻ CCTV ഞാൻ മാധ്യമങ്ങൾക്ക് തരുന്നുണ്ട്, നിങ്ങളത് ഇടുകയാണ് ഏറ്റവും നല്ലത്. കാരണം
ഇത് ജനങ്ങളിലേക്ക് എത്തണം. നമ്മൾ ഇപ്പോഴും നമ്മളിപ്പോൾ തിങ്കളാഴ്ച ഉണ്ടായ ഇൻസിഡൻറ്റ്, അതായത് വാർത്ത വന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇത് റിയാക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഗുണ്ടകൾ അല്ലെങ്കിൽ സാമൂഹ്യ വിരോധർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടായിട്ട് നമ്മൾ ആക്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ 15 വർഷമായിട്ട് ചെറുപ്പശ്ശേരിയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഇന്ന് ആരോട് ചോദിച്ചാൽ മതി, ഇന്നേ വരെ ആയിട്ട് നമ്മളെ പറ്റിയിട്ട് ഒരു പ്രശ്നവും പരാതി ആർക്കും ഇല്ല. അവരെ കുറിച്ചിട്ടും അന്വേഷിക്കാം. പക്ഷെ നമ്മൾ ഗുണ്ടകളായിട്ടൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് ഇതിന് നമ്മളിത് ജനങ്ങളിലേക്ക് ഇതിൻ്റെ സത്യം എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക്. കാരണം ഇത് ഓൾറെഡി കേസും അവർ നമുക്കും നമ്മൾ അവർക്കും കേസ് കൊടുത്തിട്ട് അത് അതിൻ്റേതായിട്ടുള്ള വഴിക്ക് നടക്കുന്ന കാര്യമാണ്. ബേക്കറി ഉടമ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ആദ്യത്തെ രണ്ട് വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ആ 2 വീഡിയോയിൽ ബേക്കറി ഉടമയുടെ ഒരു സ്റ്റാഫ് ചൂട് പാലൊഴിച്ച് പോകുന്നു. അതായത് പുറകിൽ നിന്ന് അകത്തുനിന്ന് ചൂട് പാലൊഴിക്കുന്നു. കസ്റ്റമർ നിൽക്കുന്നത്, നമ്മൾ നിൽക്കുന്ന ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് ചെയ്യാനുള്ളൊരു മാനദണ്ഡം എന്താണെന്നറിയില്ല. അവിടെ കസ്റ്റമർ നിൽക്കുന്നത് ചൂട് പാലാന്ന് അറിയാം. നമ്മളിതൊന്നും എക്സ്പെക്റ്റ് ചെയ്യണില്ല. പിന്നെ കസ്റ്റമറെ ഫസ്റ്റ് അടിക്കുക. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഇൻസിഡൻ്റാണ്. സ്റ്റേഷനിൽ കയറലാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ, ഇതൊന്നും നമ്മൾ ഇന്നേ വരെ നമ്മളിതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരാണ്. ഇപ്പോൾ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ നമ്മളൊരു കുറ്റക്കാരായിട്ട് മാത്രമാണ്. അത് ജനങ്ങൾ ഒരിക്കലും നമ്മൾ കുറ്റം പറയില്ല. കാരണം ഫസ്റ്റ് വീഡിയോ കണ്ടതിന് ആരാണെങ്കിലും അതാണ് മനസ്സിലാക്കുക. പക്ഷേ ഇതിൻ്റെ ഒരു റിയൽ വേർഷൻ ഉണ്ടെന്നും ഇത് തുടക്കമുണ്ടെന്നും ഇതിനൊരു ഫസ്റ്റ് വീഡിയോ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. അതിനാണ് ഈ ഒരു ഇതിപ്പോൾ തന്നെ നമ്മൾ വിളിച്ചു കൂട്ടാനും കാരണം. അതെ തീർച്ചയായിട്ടും. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ പല ആൾക്കാർ ഇപ്പോൾ ശനിയാഴ്ച ഇൻസിഡൻറ്റ്, തിങ്കളാഴ്ചയൊക്കെ പല ആൾക്കാരിപ്പോൾ വ്യാപാരി വ്യവസായയുടെ ആൾക്കാരാണെങ്കിലും പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ 2 കൂട്ടർക്കും വേണ്ടിയിട്ട് സംസാരിച്ചതാണ്. നമ്മൾ ഓൾറെഡി ഇത് തിങ്കളാഴ്ചത്തോടെ ഇത് കഴിഞ്ഞു എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. പെട്ടെന്ന് സുപ്രഭാതത്തിൽ നമ്മൾ രാവിലെ എണീറ്റ് ഫോൺ നോക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന മെസ്സേജസ് ഇങ്ങനെയാണ്. നമ്മൾ പോലും ശരിക്കും ഇത് ഇതായിട്ടില്ല. ഓക്കെ, കേസാണ്, അത് പോയിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് നമ്മളും കരുതിയിട്ടുള്ള, അവരും കരുതിയിട്ടില്ല. പക്ഷേ ഇത് നമ്മളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുക എന്ന് മാത്രമല്ല, ഇതൊരു ക്യാമ്പയിൻ പോലെയൊക്കെ നടക്കുക പറയുമ്പോൾ അതൊക്കെ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമ്മളൊരിക്കലും അത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. Choose it, build it, love it. Coys and Building Materials, Pattambi Road, Cherpalasheri.